ആ, നിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല. എന്താ അറിയില്ലെന്നോ? സത്യമായിട്ടും മൈത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിന്റെ പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. നിന്നെപ്പറ്റി പറയുമ്പോഴൊക്കെ ഏട്ടനെന്ന് മാത്രമാണ് പറയാറ്. വീട്ടിലും നിന്നെ ആരും പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല, അച്ഛൻ വന്നപ്പോൾ പോലും. ചിലപ്പോഴൊക്കെ നിന്റെ പേര് ചോദിക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ, പക്ഷെ പറ്റിയില്ല. സോ അച്ഛനെ സാരമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ, ഇപ്പം എന്താ എൻ്റെ കൂടെ ട്രിപ്പിന് വരാമെന്ന് തീരുമാനിച്ചത്? നീ പറയുന്ന മറുപടി കേട്ടിട്ട് വേണം എൻ്റെ ബൈക്ക് നിന്നെയും കൂട്ടി പുറപ്പെടാൻ. ഇനി നീ ഇല്ലെങ്കിലും ഞാൻ പോകും. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. ഞാൻ ഇതുവരെ ബൈക്കിൽ പോയിട്ടില്ല, ഒന്ന് കയറിയിട്ട് പോലുമില്ല. ഇതാ ഫസ്റ്റ് ടൈം. ഐ ഓൾവേസ് വാണ്ടഡ് ടു. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ, വിൻഡ് ഓൺ മൈ ഫേസ്, അത് വേണമെന്ന് തോന്നുന്നു. നിന്നെ കണ്ട ഒരു നല്ലവനായിട്ടാ തോന്നുന്നത്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ മൈത്രി ഇല്ലല്ലോ കൂടെ. നീ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇപ്പം ഇങ്ങനെ ഒരു റൈഡിന് വരാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. അതൊക്കെ തന്നെ. ദാറ്റ്സ് ഇറ്റ്. സോ ഇപ്പൊ എന്താ പ്ലാൻ? എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ? നിന്റെ പേരെന്താ? പറ, ടെൽ മീ. ആദ്യം കന്യാകുമാരി, വയ സേലം, പാലക്കാട്, ട്രിവാൻഡ്രം. ബാക്കിയൊക്കെ നീ ഇപ്പൊ കൂടെ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വിശക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇരുട്ടുന്നത് വരെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരിടത്തും നിർത്തില്ല. നോ പ്രോബ്ലം, പോയിക്കൊണ്ടേയിരുന്നു. വെള്ളം വേണോ? മാംഗോ ജ്യൂസ്? ആ, എനിക്കിഷ്ടമല്ല. ബിസ്ക്കറ്റ്സ്? നൂഡിൽസ്? അയ്യോ, കേക്ക്? ചോക്ലേറ്റ് കേക്ക്? കയ്യിലൊരു മിനി ഫുഡ് കോർട്ട് കരുതിയ പോലെ തോന്നുന്നുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും. വെരി ഗുഡ്. രണ്ട് റൂമല്ലേ? അല്ല, ഒരു റൂം. അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? ഒരു റൂമെന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നാ വിചാരിച്ചത്. നോ, ഞാനാ മഹേഷ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ എക്സ്പീരിയൻസിന് വേണ്ടിയാ വന്നത്. പയ്യന്മാരുടെ കൂടെ കറങ്ങണം, പയ്യന്മാരെ പോലെ ഇരിക്കണമെന്ന്. അങ്ങനെയാണോ? എന്നാ വാളിയാ. ചുമ്മാ തമാശ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. സിംഗിൾ റൂം, ഡബിൾ ഓക്യുപ്പൻസി, ട്വിൻ ബെഡ്സ്. ഷുവർ. തനിച്ചുള്ള ബെഡ്. ശരി സർ. യുവർ നെയിം സർ? ഇത് ഐ ഡി. താങ്ക് യു. സൂപ്പർ പേരാ സർ. അതറിയാം സർ. സൈൻ പ്ലീസ്. ഇതാ സർ. താങ്ക്സ്. വെൽക്കം ടു 5-star ഹോട്ടൽ. ദൈവമേ, ലീല, നീ പോ. ഐ ജസ്റ്റ് വെയിറ്റ് ഔട്ട്സൈഡ്. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, നന്നായിട്ട് കഴിക്കാം. ഹലോ മാഡം, ലീല. ലീല, ഗുഡ് മോർണിംഗ്. 4:30 ആയി. വി ഹാവ് ടു ഗോ ടു സീ ദ സൺറൈസ്. മിനിയാന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ തന്നെയുള്ള
വരാനുള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞു. നമ്മളൊന്നിച്ച് ഈ ട്രിപ്പ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എന്നെ ഇറക്കി വിട്ടാൽ മതി. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീടെത്തും. ഓക്കെ. ഞാനും വീട്ടിൽ നീ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതെന്താ? അറിയില്ല, പറയണമെന്നും തോന്നിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. തെറ്റോ? ആ, പക്ഷെ ഞാൻ പറഞ്ഞ അവരെന്നെ വിശ്വസിക്കില്ലല്ലോ. ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കുകയുള്ളൂ. തെറ്റൊന്നും ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെടുകയാണെങ്കിൽ തെറ്റല്ലേ അത്? നിന്റെ നമ്പർ പറഞ്ഞു. ആക്ച്വലി നിന്റെ നമ്പർ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവൻ ആരോന്ന് സേവ് ചെയ്തേക്കാം. നീ പേര് പറയുന്നില്ലല്ലോ. പോരെ. ഞാൻ മരിച്ചാൽ മാത്രമേ വീട്ടിൽ പറയാവൂ. ഒരു കാര്യം ഞാൻ പറയാതെ മരിച്ചു പോയാ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് ചാകുന്നതാ. ഐ ലവ് യു. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ആക്സിഡന്റ് ആയപ്പോ മരിച്ചു പോകുന്ന പേടിച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു പോയി. അതിനേക്കാളും പേടി തോന്നിയത് ഹോസ്പിറ്റലിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നിന്നെ കൂടെ കാണാത്തതാ. നീയല്ലേ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത് എൻ്റെ പേര് മഹേഷ് എന്ന രജിസ്റ്ററിൽ എഴുതിയത്. പക്ഷെ അതിനുശേഷം നീ കൂടെയില്ല. ഇല്ലല്ലോ. നിനക്ക് എന്തു പറ്റിയെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. എന്റെ ഫോണ് കളഞ്ഞു പോയി, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ സുഖമായിട്ടിരിക്കുക. ഇവിടെ സൺറൈസ് ഒക്കെ നന്നായിട്ട് കണ്ടു. ഒരു 2-3 ഡേയ്സിൽ എന്തായാലും അങ്ങോട്ട് വരും. വീട്ടിലെ അമ്മയുടെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. വേണ്ട, ഫോൺ ശരിയായ ഞാൻ തന്നെ വിളിച്ചോളാം അമ്മേ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, 2 ഡേയ്സിൽ വരാം. I'll be all right. അമ്മ നിന്നെ അന്വേഷിച്ചോണ്ടേ ഇരിക്കുക. ശരി ശരി ശരി, വരാം. ബൈക്കിലല്ലേ നീ പോയത്? എടാ ഞാനൊരു കാര്യം